നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നിന്ന് കുടുംബജീവിതം തകരുന്ന കാലമാടോ? എത്രയോ മക്കൾ എത്തീമായി പോകുന്നു, എത്രയോ കുട്ടികൾ എത്തീമായി പോകുന്നു, എത്രയോ പെണ്ണുങ്ങൾ വിധവകളായി പോകുന്നു. എല്ലാം ആവശ്യമില്ലാത്ത വിഷയം, നിസ്സാര കാര്യം. പണ്ട് തലാഖൊക്കെ പറയുമ്പോൾ എന്തെല്ലാം സംഭവങ്ങളാ. ഇന്ന് കുടുംബജീവിതങ്ങൾ തകരുന്നതിന് നിസ്സാര കാര്യങ്ങളാണോ? ഒരു സോപ്പ്. ഈ അടുത്തുണ്ടായൊരു സംഭവം, ഒരു പെൺകുട്ടി കുളിക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും സോപ്പും കൊണ്ട് കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞിട്ട് ആ കുളിപ്പരയിൽ സോപ്പ് വെക്കൂല, ഇവള് റൂമിൽ കൊണ്ടുവന്ന് വെക്കും. ഇത് സ്ഥിരമായി നടക്കുന്ന പരിപാടിയാ. ആ 18 വയസ്സ് 19 വയസ്സുള്ള പെൺകുട്ടി ഒരു ദിവസം കുളിച്ചതിന് ശേഷം സോപ്പുമായിട്ട് തിരിച്ചു വരുമ്പോൾ ഭർത്താവിൻ്റെ സഹോദരി കണ്ടു. ഇതെവിടെ കൊണ്ടുപോകാം? തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ആർക്കും പകർച്ചവ്യാധിയൊന്നുമില്ല, എയ്ഡ്സ് രോഗമുള്ളവരാരുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു സോപ്പ് കാരണം ആ കുടുംബജീവിതം തകർന്നടോ, ആ ബന്ധമൊഴിഞ്ഞു. ഇതാണ് കാരണം, നിസ്സാര കാര്യങ്ങൾ. കോഴിക്കോട് രാമനാട്ടുകരയിലുള്ള സഹോദരൻ എൻ്റെ സുഹൃത്താണ്. ഉസ്താദ്, അനിയൻ്റെ കല്യാണമാ, ഉസ്താദ് വരണം, നിക്കാഹിന് വരണം. ഒരുപാട് വിളിച്ചു, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. 1 മാസത്തിന് ശേഷം ആ സഹോദരനെ വീണ്ടും ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോൾ നിക്കാഹിന് വരാൻ പറ്റാത്തതിൻ്റെ സങ്കടം കാരണം ഞാൻ പറഞ്ഞു, മോനെ വരാൻ പറ്റിയില്ല, ഒരുപാട് പ്രയാസങ്ങളായിപ്പോയി, എന്തോ ബുദ്ധിമുട്ടായിപ്പോയി. ഇതെല്ലാം പറഞ്ഞിട്ട് ചോദിച്ചു, ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഓളെന്തേടാ? ഓള് പോയി ഉസ്താദേ, കല്യാണം കഴിഞ്ഞ 1 മാസമേ ആയുള്ളൂ. ഓള് പോയി. ചോദിച്ചപ്പോൾ പറഞ്ഞു, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്തത് കാരണം ബന്ധമൊഴിഞ്ഞു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ കാരണങ്ങളാണോ ഇതൊക്കെ? ഇന്നത്തെ കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്നതിനെ കുറിച്ച് എങ്ങനെ ഈ യത്തീമായ മക്കളുടെയൊക്കെ വാപ്പ മരിച്ചു പോകുന്ന മാത്രമല്ലല്ലോ, എത്രയോ എന്തുകൊണ്ടാണ് ഇങ്ങനെ യത്തീമിങ്ങൾ കൂടുന്നത്? നിസ്സാര കാര്യങ്ങൾ. വാശി എന്ന് പറയുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇല്ലാത്ത വാശിയ, ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയ്ക്ക്. ഭർത്താവിൻ്റെ ഉമ്മയ്ക്കും സഹോദരിക്കുമാണ് വാശി. ഭാര്യയും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇങ്ങനെയുള്ളവർ സമ്മതിക്കൂല. അതിലേറ്റവും വലിയ ഒരു തെളിവ് എൻ്റെ അനുഭവം തന്നെ. ഞാൻ പള്ളിയിൽ ജോലി ചെയ്യുന്ന പള്ളിയിൽ മസ്ലഹത്തിൻ്റെ എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടു. അങ്ങനെയുള്ള പരിപാടിക്ക് പോകാത്ത ആളാണ് ഞാൻ. ഒരു ഗതികേട് കൊണ്ടൊരു വെള്ളിയാഴ്ച ദിവസം അഡ്വക്കേറ്റ് ഉൾപ്പെടെ 40 പേര് വന്നു, 2 കുടുംബത്തിൽ നിന്ന്. കമ്മിറ്റി ഓഫീസിനകത്ത് എല്ലാ അഡ്വക്കേറ്റ് വരെയുണ്ട്. വലിയ വിഷയങ്ങൾ, ചർച്ചകൾ നടക്കാം. ഞാനിങ്ങനെ മിണ്ടാതിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തേ ഖത്തീബൊന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കാനില്ല. ഈ പയ്യനോടും ഈ പെണ്ണിനോടും ആണിനോടും ഒന്ന് സംസാരിക്കണം. ഈ ഭാര്യയും ഭർത്താവിനോട് സംസാരിച്ചാൽ മതി, അല്ലാതെ ഇരിക്കുന്ന നാട്ടുകാരോട് മുഴുവൻ ഞാനെന്തിനാണ് സംസാരിക്കുന്നത്? അപ്പോൾ പെണ്ണിൻ്റെ വാപ്പ പറഞ്ഞു, പറ്റൂല, എല്ലാ ചർച്ചകളും കഴിഞ്ഞതാ, ഇനി സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ പയ്യൻ്റെ മാമ അങ്ങോട്ട് ചോദിച്ചു, ഉസ്താദ് സംസാരിച്ചാൽ കുഴപ്പമെന്താന്ന്? അങ്ങനെ എനിക്ക് വേണ്ടി ഒരു വഴക്കായി. അവസാനം ഒരു 10 മിനിറ്റ് അനുവദിച്ചു. ഞാൻ 2 പേരെയും വിളിച്ചു മദ്രസയുടെ മുകളിൽ കയറി 2 പേരോടും ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? സുബ്ഹാനല്ലാഹ്, ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവരോട് 2 പേരോട് ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? ബദറും മുഹദും ഹന്തക്കും അവിടെ നടന്നടോ? മുമ്പിലിരിക്കുന്നത് ഒരു ഉസ്താദാണെന്നുള്ള പരിഗണന പോലും എനിക്കവർ നൽകിയില്ല. അവർ പരസ്പരം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും ഇടയ്ക്ക് അടിക്കാൻ കൈപൊക്കി. എടാ വാടാ പോടാന്നൊക്കെ വിളിച്ചു. അവർക്ക് പറയാനുള്ളത് മുഴുവനും ഒരു 15 മിനിറ്റ് കൊണ്ട് അവർ പറഞ്ഞു തീർന്നു. 2 പേരും പറഞ്ഞ് ക്ഷീണിച്ചു. കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിനി ഒരവസരം കൊടുത്തുകൂടെ? എടാ, നിനക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഇവളുടെ കൂടെയോ? ഇല്ല ഉസ്താദെ. 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, താഴെ ഇറങ്ങിച്ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരും 2ആയി. ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ച് കൂടാൻ കഴിയില്ല. അതുകൊണ്ട് പിരിയുന്നതിന് മുമ്പ് ഇത്രയും നാളും ഒരുമിച്ച് ജീവിച്ചതല്ലേ, 2 പേരും കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് സന്തോഷത്തോടെ പിരിയ് എന്ന് പറഞ്ഞിട്ട് വാതിലടച്ച് പുറത്തിറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞു, വാതിൽ തുറക്കുന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് വാതിൽ തുറക്കുന്നില്ല. എനിക്ക് ബേജാറായി. പടച്ചവനെ എന്താണെന്നറിയില്ല. താഴെ 40ഓളം പേര് 2 കുടുംബത്തിൽ നിന്ന് ബദർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുക. ഞാൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ 2 പേരും കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നുണ്ട്. ഉസ്താദെ, ഞങ്ങളെ പിരിപ്പിക്കരുത്, ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ അന്ന് അവർക്ക് കൊടുത്ത ഒരു ഉപദേശം, അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഈ പുറകിൽ കാണുന്ന വഴിയിലൂടെ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂമെടുത്ത് താമസിക്ക്, വീട്ടിൽ പോകരുത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ആരാ പറഞ്ഞു തരുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നമുക്കൊരു നന്മ പറഞ്ഞു തരികയാണ്. ഏതാണ് ആ നന്മ എന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പടച്ചവനെ വീട്ടിലിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാ. അലിയാർ തങ്ങൾ വീടിനകത്തേക്ക് കടന്നു വന്നപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാണ്. എന്തോ ഒരു സങ്കടമുള്ളതുപോലെ അലിയാർ തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ, നിന്റെ മുഖത്തൊരു വിഷമം കാണുന്നുണ്ടല്ലോ? ഫാത്തിമ പറഞ്ഞു, ഒന്നുമില്ല. അലിയാർ തങ്ങൾ പറഞ്ഞു, അല്ല, എന്തോ ഉണ്ട്. അങ്ങനെ ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ കയ്യിലൊന്ന് പിടിച്ചു. ഫാത്തിമ യഥാ കരയുകയാ. ഫാത്തിമ കരയുകയാ. എന്തിനാ കരഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാരമകള് അതാ പടച്ചവനെ കൈപൊട്ടിയിരിക്കുകയാണ്. കല്ല് പിടിച്ചിട്ട്, ആട്ടുകല്ല് പിടിച്ചിട്ട് അല്ലാഹുവേ അലിയാർ തങ്ങളുടെ വീടിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈപൊട്ടിയിരിക്കുകയാ. എന്ത് ചെയ്തിട്ടാണെന്നറിയോ? പെങ്ങളെ, അലിയാർ തങ്ങൾ സമ്പന്നനല്ല, പാവപ്പെട്ട സ്വഹാബിയാ. ഗോതമ്പ് മേടിച്ചു കൊണ്ടുവന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ ഗോതമ്പ് പൊടിക്കുകയാണ്. പൊടിച്ചിട്ട് കിട്ടുന്ന ആ പൊടി കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. അത്രത്തോളം കഷ്ടപ്പാടാ പെങ്ങള്. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് കല്ല് പിടിച്ചിട്ട് കൈപൊട്ടി എന്ന് പറയുമ്പോ നീ ചിന്തിക്കും, ഉസ്താദേ എങ്ങനെയാ ഉസ്താദ്? നീ ചരിത്രം വായിച്ചു നോക്ക്. ഫാത്തിമയുടെ ജോലി തിരക്കെന്തെന്നറിയോ? ഫാത്തിമയുടെ ജോലി തിരക്കെന്തെന്നറിയോ? ഫാത്തിമാന് ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ട്. രണ്ടുപേരും ഒരു വയസ്സിന്റെ വ്യത്യാസമാ. ഹസനും ഹുസൈനും തമ്മില് ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ രണ്ടു മക്കള്, ആ മക്കളെ തൊട്ടിലിൽ കിടത്തി ഉറക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് ചെയ്യുന്നത് എന്തെന്നറിയോ? ഒരു കയറ് തൊട്ടിലിന്റെ സൈഡിൽ കെട്ടുകയാണ്, മറുഭാഗം തന്റെ കാലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. മാവ് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോ മക്കളെങ്ങാണം കരഞ്ഞു. ഫാത്തിമ കാലുകൊണ്ടാണ് തന്റെ മക്കളെ ആട്ടുന്നത്. അത്രത്തോളം കഷ്ടപ്പാടാ പെങ്ങള്. ആ ഫാത്തിമയതാ ഭർത്താവിന്റെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങുകയാണ്. അലിയാർ തങ്ങളും ഫാത്തിമയും കിടക്കുകയാണ്. ഉറക്കം വരുന്നില്ല. അലിയാർ തങ്ങൾക്ക് വലിയ സങ്കടമായി. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളോട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ കഷ്ടപ്പാട് മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം ഫാത്തിമ. നിന്റെ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം. എന്തേ അലിയേ, എന്തേ അലിയേ? ഫാത്തിമ, നാളെ നീ അള്ളാന്റെ റസൂലിനെ കാണാൻ പോകണം ഫാത്തിമ. അലിയാർ നിങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. നാളെ നീ നിന്റെ വാപ്പയെ കാണാൻ പോകണം. ഉപ്പാന്റെ മുമ്പിൽ നിന്റെ കൈ കാണിച്ചു കൊടുക്കണം. നിന്നെ ഉപ്പാന് വല്ലാത്ത ഇഷ്ടമാണ്. നീ യഥാർത്ഥമായി നിന്റെ സങ്കടം പറയണം ഫാത്തിമ. നിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഫാത്തിമ എന്ന് നീ എന്നിട്ട് വാപ്പയോട് ചോദിക്കണം, വാപ്പാ, ഒരുപാട് അടിമ വാപ്പയുടെ കയ്യിലുണ്ടല്ലോ, ഒരുപാട് അടിമകൾ വാപ്പയുടെ കയ്യിലുണ്ടല്ലോ. ഒരടിമ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നീ ചോദിച്ചാ നബിതങ്ങളെ തരും ഫാത്തിമ. നീ ചോദിച്ചാ നിന്റെ വാപ്പ തരും ഫാത്തിമ. നിന്നെ അത്രത്തോളം ഇഷ്ടമാണ്. ഫാത്തിമയും ചിന്തിച്ചു, പടച്ചവനെ, അലിയാർ തങ്ങൾ പറയുന്നത് നല്ലതാണല്ലോ. ഉപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ. ഒരാളെ കിട്ടിയാൽ ഈ മാവ് പൊടിക്കാൻ ഒരു സഹായമാകുമല്ലോ. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം ജോലിയെല്ലാം കഴിഞ്ഞു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ എന്ന തന്റെ പിതാവിനെ കാണാൻ പോവുകയാണ്. ഭർത്താവ് പറഞ്ഞു വിടുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലില്ല.
നിബിതങ്ങൾ അന്ന് രാവിലെ യാത്ര പോയിരിക്കുകയാണ്. ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി. വാപ്പ വീട്ടിലില്ലല്ലോ. പടച്ചവനെ, ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുത്ത സങ്കടം പറയുകയാണ്. അതാ പടച്ചവനെ, വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മ. ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമ്മ, വാപ്പ വരുമ്പോ ഞാൻ വന്നെന്ന് പറയണേ, എന്റെ കഷ്ടപ്പാട് പറയണേ, എനിക്കൊരടിമയെ വാങ്ങിത്തരണേ. ആയിഷ ബീവിയോട് ഫാത്തിമ ബീവി എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സമ്മതിച്ചത് സമാധാനിപ്പിച്ചു പറഞ്ഞു വിടുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മടങ്ങിപ്പോയി. അന്ന് രാത്രിയിലാണ് നബി തങ്ങൾ വന്നത്. ഒരുപാട് താമസിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിനകത്ത് കയറിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ. പൊന്നാര മകളായ ഫാത്തിമ വന്നിരുന്നു. കൈ രണ്ടും പൊട്ടിയിരിക്കുകയാ നബിയേ. വല്ലാത്ത കഷ്ടപ്പാടാണ്. ഫാത്തിമയുടെ അവസ്ഥയെക്കുറിച്ച് ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങളുടെ മുഖമങ്ങ് വാടിയടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ഫാത്തിമാനെ കാണണം. ഒരുപാട് സഞ്ചരിച്ച് യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്ന് നബി തങ്ങൾ പറയുകയാ, എനിക്ക് എന്റെ ഫാത്തിമയെ കാണണം. ആയിഷ ബീവി പറഞ്ഞു, നബിയേ, രാത്രിയായി നബിയേ, രാവിലെ പോകാൻ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇല്ല, എന്റെ പൊന്നുമോളെ എനിക്ക് കാണണം. അത്രത്തോളം സ്നേഹമായിരുന്നു നബി തങ്ങൾക്ക്. കരളിന്റെ കഷ്ടമായിരുന്നു. ഇതുപോലെ ഒരു ഉപ്പയും തന്റെ മകളെ സ്നേഹിച്ചിട്ടില്ല. അത്രത്തോളം നബി തങ്ങൾക്ക് ഇഷ്ടമാ ഫാത്തിമാന്. ആ രാത്രിയിൽ തന്നെ നബി തങ്ങൾ ഇറങ്ങിയടോ. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സലാം പറഞ്ഞു. അതാ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അലിയാര് തങ്ങള് ചാടി എഴുന്നേക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇരിക്കലിയോ, ഇരിക്കൂ ഫാത്തിമ. രണ്ടുപേരോടും ഇരിക്കാൻ പറഞ്ഞിട്ട് നബി തങ്ങൾ അവരുടെ ഇടയിലിരുന്നു. അല്ലാഹുവേ, ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കൈപൊട്ടിയിരിക്കുന്ന സങ്കടം പറഞ്ഞ പൊന്നാര മകളുടെ കയ്യിലങ്ങ് പിടിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവ് തന്റെ ജീവിതം തന്നെ എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. ഒരു വാപ്പയാരാകണമെന്നറിയോ, ഒരു ഉപ്പയാരാകണമെന്നറിയോ, പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ചരിത്രമാ. ഒരു വാപ്പ എങ്ങനാകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയെ സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. അത്രത്തോളം സ്നേഹമാ. ആ നബിതങ്ങളാണ് തൻ്റെ മകള് ജോലി ചെയ്തിട്ട് കൈ പൊട്ടിയിരിക്കുന്ന ആ ഒരു സങ്കടാവസ്ഥ, ആ അവസ്ഥ നബിതങ്ങൾ നേരിട്ട് രാത്രിയിൽ തന്നെ പോയിട്ട് തൻ്റെ പൊന്നാര മകളുടെ കൈ പിടിച്ചിങ്ങനെ നോക്കി. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ പിതാവ്, ഇതാണ് പിതാവ്. പിതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പോലെയല്ല. സഹോദര, നിന്റെ വീട്ടിൽ സമ്പത്തുണ്ട്, നിന്റെ വീട്ടിൽ സൗകര്യമുണ്ട്, പക്ഷേ അതുപോലെ നിന്റെ മരുമകൻ്റെ വീട്ടിലുണ്ടാകണമെന്നില്ല. നിന്റെ മരുമകൻ്റെ വീട്ടിൽ നിന്നെപ്പോലെ സമ്പത്തുണ്ടാകണം, അല്ലെങ്കിൽ സൗകര്യമുണ്ടാകണം, അല്ലെങ്കിൽ നിന്റെ വീടിനകത്ത് ജീവിച്ചതുപോലെ അവിടെ ജീവിക്കാൻ കഴിയണമെന്നില്ല. അവിടെ കഷ്ടപ്പാടുണ്ടാകും, ജോലിയുണ്ടാകും, പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ അമ്മായിയമ്മ എന്തെങ്കിലും പറയും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആ വീട്ടിലുണ്ടാകും. അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വാപ്പ വാപ്പയാകണം, ഉമ്മയാകണം. മക്കൾക്ക് തിരുത്തി കൊടുക്കാൻ കഴിയണം, അവർക്ക് നന്മകൾ ഉപദേശിച്ചു കൊടുക്കാൻ കഴിയണം. അല്ലാതെ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി വരും, കയറി ഇങ്ങനെ വന്നേക്കാൻ പറയുന്നത്. മകളോട് പറയാ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, വണ്ടി വിളിച്ചോ, കയറിക്കോ, മതി, ജീവിതം തീർന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്. പല കുടുംബങ്ങളിലും ഒരു ഭാര്യയും ഫോൺ പോലും വിളിക്കാൻ വിടൂല, ഫോൺ പോലും ഒന്ന് സമ്മതിക്കൂല. പേടിച്ചു വെച്ചേക്ക്, ഇനി വിളിക്കണ്ട, സംസാരിക്കണ്ട. ഇവിടെ എന്തെല്ലാം നമ്മൾ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ. അപ്പോൾ ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ആരാ? മക്കൾക്ക് തെറ്റുപറ്റുമ്പോൾ തിരുത്തി കൊടുക്കണം, വാപ്പ ഉപദേശിക്കണം. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കൈ പൊട്ടിയിട്ട് വീട്ടിൽ വന്ന് സങ്കടം പറഞ്ഞിട്ട് പോയ മകളുടെ കൈ പിടിച്ചിട്ട് നബിതങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അല്ല നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഇതാ വാപ്പ. വീട്ടിൽ കിടന്ന് ജോലി ചെയ്തിട്ട് കൈപൊട്ടിയിൽ സങ്കടം പറഞ്ഞ മകളോട് നബിതങ്ങൾ ചോദിക്കുക,
ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു ഭാര്യയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയോ ഫാത്തിമ? പഠിക്കണം പെങ്ങളെ, നീ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് പഠിക്കണം. നീ എപ്പോഴും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെ കഥ പറയുമല്ലോ. നിനക്ക് എന്തിൻ്റെ കുറവ്? അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലത്തെക്കുറിച്ച് നിനക്കറിയോ? നീ ചോറ് വെച്ച പ്രതിഫലം, നീ തുണി കഴുകിയ പ്രതിഫലം, നീ വീട് തൂത്ത പ്രതിഫലം, നീ ഒരു വസ്ത്രമൊന്ന് കുടഞ്ഞ പ്രതിഫലം, നീ പ്രസവിച്ച പ്രതിഫലം, ഗർഭിണിയായ പ്രതിഫലം, പാല് കൊടുത്ത പ്രതിഫലം, ഭർത്താവിൻ്റെ തലയിൽ ഇത്തിരി എണ്ണ തേച്ച് കൊടുത്താൽ പോലും നിനക്ക് പ്രതിഫലം. എന്താ പഠിക്കാത്തത്? ഇത്രയും പ്രതിഫലം ഇത് പറഞ്ഞു കൊടുക്കണം നമ്മൾ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന മകൾക്ക് കുടുംബജീവിതത്തിൻ്റെ വില എന്തെന്ന് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂല് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫാത്തിമ എന്ന മകളോട് ചോദിച്ചു, നീ ഒരു അടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ, നീ ഒരു അടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങൾ അവിടുന്ന് ഫാത്തിമയോട് ചോദിക്കുന്നു, ഫാത്തിമ, ആ അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നിനക്ക് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? എന്താണ് വാപ്പാ? പറഞ്ഞതാ ഉപ്പാ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ നബി തങ്ങൾ പറയുകയാണ്, ഫാത്തിമ, ഇത് ചെറിയ ഒരു നന്മയല്ല ഫാത്തിമ, ഇത് ചെറിയ ഒരു കാര്യമല്ലടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ഈ ദിക്ർ പറയണേ ഫാത്തിമ. ഇതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നിനക്ക് നന്മ ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തിനാ ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ 29ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. മരിക്കുന്നത് വരെ മുടക്കിയില്ല പെങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത ആ ഒരു നന്മയുണ്ടല്ലോ, ഫാത്തിമ മരിക്കുവോളം മറന്നിട്ടില്ല, അത് പറയാതെ കിടന്നിട്ടില്ല. അലിയാര് തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ആ ഫാത്തിമയുടെ ഭർത്താവായ യാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അന്ന് രാത്രിയിൽ നബി തങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ മരിക്കുന്ന കാലം വരെ മുടക്കിയിട്ടില്ല. അലിയാര് തങ്ങൾ പറയുന്നു, ഞാൻ പറയുമായിരുന്നു, എത്ര കഷ്ടപ്പാടാണെങ്കിലും ഏത് യുദ്ധത്തിന്റെ വേളയിലാണെങ്കിലും ഞാനത് പറയാതെ ഉറങ്ങാറില്ല. ഇതാണോ നന്മയെന്ന് പറഞ്ഞാൽ? നമുക്കാണ് നന്മ ചെറുതും വലുതും. നിങ്ങളിപ്പോ ചിന്തിക്കും, പടച്ചവനെ സിറാജേ, ഇത് പറയാനാണോ ഇത്രയും സമയമെടുത്തത്? ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ നമുക്ക് നിസാരമാണ്, നമുക്ക് നിസാരമാണ്. നമുക്കറിയില്ല അതിന്റെ പ്രതിഫലം എന്താണെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ പാവപ്പെട്ട സ്വഹാബത്ത് കടന്നു നിന്നു. അസ്ഹാബ് സുഫില സ്വഹാബത്ത് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, പ്രതിഫലം മുഴുവനും സമ്പന്നന്മാര് കൊണ്ടുപോവുകയാണ്. അവര് ഹജ്ജിന് പോകുന്നു, അവർ ഉംറയ്ക്ക് പോകുന്നു, അവര് സദക്ക കൊടുക്കുന്നു, അവര് സക്കാത്ത് കൊടുക്കുന്നു, അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാരിക്കോരി കൊടുക്കുന്നു. ഞങ്ങളുടെ കയ്യിലില്ല നബിയേ, ഹജ്ജ് ചെയ്യാ പൈസയില്ല, ഉംറയ്ക്ക് പോകാ പൈസയില്ല, സക്കാത്ത് കൊടുക്കാ പൈസയില്ല, സദക്ക കൊടുക്കാ പൈസയില്ല. ഞങ്ങള് പാവപ്പെട്ടവരാണ് നബിയേ.
പ്രതിഫലം മുഴുവനും പണക്കാര് കൊണ്ടുപോവുകയാ. അസ്ഹാബുൽ സുഫില് അബൂ ഹുറൈറ തങ്ങൾ ഉൾപ്പെടെ പാവപ്പെട്ട സഹാബത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് സങ്കടം പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബ, ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്നു, ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുന്നു, ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബ? ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പാ ഹജ്ജിന്റെ കൂലി വേണോ? ഹജ്ജിന്റെ കൂലി കിട്ടുന്നവര് നന്മ പറഞ്ഞു തരട്ടെയോ? ഫർദ് നമസ്കാരം കഴിഞ്ഞു, പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മയാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ 3 ദിക്ർ പറയൽ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒക്കെ പറയാൻ ആർക്കാ സമയം? അതൊന്നും പറയാൻ ആർക്കും സമയമില്ലടോ. കാരണം അതൊന്നും ഒരു വലിയ നന്മയായിട്ട് നമ്മൾ കാണുന്നില്ല, അതൊക്കെ നിസ്സാരമായി കാണുകയാ. അലിയാരി തങ്ങൾ പറയുക, എൻ്റെ ഫാത്തിമ മരിക്കുന്ന ദിവസവും അത് പറഞ്ഞിട്ടാ മരിച്ചേ. എൻ്റെ ഫാത്തിമ നബിതങ്ങൾ ആ ഒരു നന്മ പറഞ്ഞതിന് ശേഷം എൻ്റെ ഫാത്തിമ മരിക്കുവോളം പറയുമായിരുന്നു, ഞാനും അങ്ങനെ. ഫമാ തറക്തുഹാ ബഅദ സമഅതുഹാ മിൻ റസൂലില്ല. എൻ്റെ നബിതങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ഞാനത് മുടക്കിയിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.